hospital and medical centers. നമസ്കാരം. ഇന്ന് 2026 ജനുവരി 15 വ്യാഴാഴ്ച 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇന്ത്യൻ സ്കൂൾ പ്ലാറ്റിനം ജൂബിലി മെഗാ ഫെയറിന് ഇന്ന് വർണ്ണാഭമായ തുടക്കമാകും. സ്കൂളിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഈ സാംസ്കാരിക മേള ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ജനപങ്കാളിത്തമുള്ള പരിപാടിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആഘോഷങ്ങളുടെ ആദ്യ ദിനമായ ഇന്ന് പ്രശസ്ത സംഗീതജ്ഞൻ സ്റ്റീഫൻ നവസീം സംഘവും നയിക്കുന്ന ലൈവ് മ്യൂസിക്കൽ കൺസർട്ട് പ്രധാന ആകർഷണമായിരിക്കും. രണ്ടാം ദിനമായ നാളെ വിദ്യാർത്ഥികളുടെ സാംസ്കാരിക പരിപാടികളും തുടർന്ന് പ്രശസ്ത പിന്നണി ഗായിക രൂപാലി ജഗ്ഗ, അഭിഷേക് സോണി എന്നിവർ നയിക്കുന്ന സംഗീത വിരുന്നും അരങ്ങേറും. മേളയുടെ ഭാഗമായുള്ള റാഫിൽ ഡ്രോയിൽ സയാനി മോട്ടോഴ്സ് നൽകുന്ന MG കാറാണ് ഒന്നാം സമ്മാനം. കൂടാതെ ജോയി ആൽക്കാസ് നൽകുന്ന സ്വർണ്ണാഭരണങ്ങൾ, മുഹമ്മദ് ഫക്രു കമ്പനി നൽകുന്ന ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ, കൂടാതെ വാഷിംഗ് മെഷീൻ, മൈക്രോവേവ് ഓവൻ തുടങ്ങി ഒട്ടേറെ സമ്മാനങ്ങൾ വിജയികളെ കാത്തിരിക്കുന്നു. 2 ദിനാറാണ് പ്രവേശന ടിക്കറ്റ് നിരക്ക്. അധ്യാപക വിദ്യാർത്ഥി ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി സംഘടിപ്പിക്കുന്ന ഈ മെഗാമേള വിജയിപ്പിക്കാൻ എല്ലാവരുടെയും സഹകരണം വേണമെന്ന് സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ്, ജനറൽ കൺവീനർ R രമേശ് എന്നിവർ അഭ്യർത്ഥിച്ചു. ജനുവരി 18 ആയിരിക്കും ഔദ്യോഗിക റാഫിൾ നറുക്കെടുപ്പ് നടക്കുക. അൽമന്നായി മലയാള വിഭാഗത്തിന് കീഴിലുള്ള മദ്രസകളിലെ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന അൽ ഇജാസ് ഖുർആൻ മത്സരത്തിൻ്റെ സെമി ഫൈനൽ നാളെ വൈകുന്നേരം 4 മണിക്ക് റയ്യാൻ സ്റ്റഡി സെൻ്ററിൽ നടക്കും. പ്രാഥമിക ഘട്ടം പിന്നിട്ട 120ഓളം വിദ്യാർത്ഥികളാണ് ഈ ഘട്ടത്തിൽ മാറ്റുരയ്ക്കുന്നത്. അൽ ഹിക്മ, റഫ, അൽ ഇസ്ഹാൻ, ഇസ ടൗൺ, ഹിദ് മദ്രസ, റയ്യാൻ സ്റ്റഡി സെൻ്റർ എന്നിവിടങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. തജ്വീദ് നിയമങ്ങൾ പാലിച്ചുള്ള പാരായണം, ഖുർആൻ മനപ്പാഠം എന്നിവയാണ് മത്സരം. ഇതിൽ വിജയിക്കുന്നവർ ആകർഷകമായ സമ്മാനങ്ങൾ നൽകുന്ന ഫൈനൽ റൗണ്ടിലേക്ക് യോഗ്യത നേടും. കുട്ടികളിലും രക്ഷിതാക്കളിലും ഖുർആൻ പഠനം കൂടുതൽ സജീവമാക്കുക എന്ന ലക്ഷ്യത്തോടെ 2023 ഈ സംരംഭം ആരംഭിച്ചത്. ഭാവിയിൽ ബഹ്റിനിലെ മുഴുവൻ മദ്രസകളെയും ഉൾപ്പെടുത്തി ഇതൊരു വലിയ മത്സരമായി വിപുലീകരിക്കുമെന്ന് വിദ്യാഭ്യാസ വിഭാഗം കൺവീനർ ഫക്രുദ്ദീൻ അലി അഹമ്മദ് പറഞ്ഞു. 2026-27 കാലയളവിലേക്കുള്ള ഫ്രണ്ട്സ് സോഷ്യൽ അസോസിയേഷൻ മനാമ ഏരിയയുടെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. AM ഷാനവാസ് പ്രസിഡന്റായും ജൗദർ ഷമീൽ സെക്രട്ടറിയായും തെരഞ്ഞെടുക്കപ്പെട്ടു. അലി അഷ്റഫ്, റിയാസ് UK വൈസ് പ്രസിഡന്റുമാർ, ഫാറൂഖ് VP ജോയിന്റ് സെക്രട്ടറി, നൌഷാദ് VP, നൗമൽ റഹ്മാൻ, അസ്ലം K സമിതി അംഗങ്ങൾ എന്നിവരാണ് മറ്റ് ഭാരവാഹികൾ. ജുഫേർ, ജിദ് ഹഫ്സ്, ഗുദൈബിയ, മനാമ, സിഞ്ചു യൂണിറ്റുകൾക്കായി പുതിയ ഭാരവാഹികളെയും യോഗം നിശ്ചയിച്ചു. അലി അഷ്റഫ്, ഷൗക്കത്ത് അലി K, അബ്ദുൽ ഹമീദ് MK, ഷാഹുൽ ഹമീദ്, DT മൊയ്തീൻ എന്നിവർ വിവിധ യൂണിറ്റുകളുടെ പ്രസിഡന്റുമാരാകും. തെരഞ്ഞെടുപ്പ് നടപടികൾക്ക് സയ്യിദ് റഹ്മാൻ നദ്വി, ജമാൽ നദ്വി, മുഹമ്മദ് മുഹിയുദ്ദീൻ, ജാസിർ PP എന്നിവർ നേതൃത്വം നൽകി. ഭിന്നശേഷിക്കാരനായ രോഗിയുടെ അക്കൗണ്ടിൽ നിന്ന് 25,750 ബഹ്റിൻ ദിനാർ തട്ടിയെടുത്ത ഏഷ്യൻ ന്യൂസിൻ്റെ വിചാരണ ബഹ്റിൻ ഫസ്റ്റ് ഹൈക്രിമിനൽ കോടതിയിൽ ആരംഭിച്ചു. രോഗിയുടെ ഫോണിലെ ബെനിഫിറ്റ് ആപ്പ് വഴി അനധികൃതമായാണ് പണം സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയത്. രോഗിയുടെ വെരിഫിക്കേഷൻ കോഡും ഡിജിറ്റൽ ഒപ്പും ദുരുപയോഗം ചെയ്ത് 2025 സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലായാണ് തട്ടിപ്പ് നടത്തിയത്. ശാരീരിക ആവശ്യതകൾ മൂലം പിതാവിന് സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കഴിഞ്ഞിരുന്നില്ലെന്ന് ഇരയുടെ മകൻ മൊഴി നൽകി. തട്ടിയെടുത്ത പണം നാട്ടിലേക്ക് അയച്ചതായി നഴ്സ് സമ്മതിച്ചിട്ടുണ്ട്. തട്ടിപ്പ് കണ്ടെത്തിയതിനെ തുടർന്ന് 3,500 ദിനാർ ഇവർ തിരികെ നൽകിയെങ്കിലും ബാക്കി തുക നൽകിയില്ല. നിലവിൽ റിമാൻഡിലുള്ള പ്രതിയുടെ കേസ് കൂടുതൽ വാദങ്ങൾക്കായി ജനുവരി 20 കോടതി മാറ്റിവെച്ചു. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. സ്ട്രോക്ക് ബാധിച്ച് ചികിത്സയിലായിരുന്ന കാഞ്ഞങ്ങാട് സ്വദേശി പ്രദീപ് ടീം ഹോപ്പിൻ്റെ കരുതലിൽ നാട്ടിലേക്ക് മടങ്ങി. ഹിദ്ദിലെ ഒരു കഫ്റ്റീരിയയിൽ ജോലി ചെയ്തു വരികയായിരുന്ന ഇദ്ദേഹത്തെ ശാരീരിക അസ്വസ്ഥതകളെ തുടർന്നാണ് സൽമാനിയ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആശുപത്രിവാസത്തിന് ശേഷം തുടർ ചികിത്സയ്ക്കായി അദ്ദേഹം ജനുവരി 2 നാട്ടിലേക്ക് തിരിച്ചു. സന്നദ്ധ സംഘടനയായ ടീം ഹോപ്പിൻ്റെ കാര്യക്ഷമമായ ഇടപെടലാണ് അദ്ദേഹത്തിൻ്റെ മടക്കം വേഗത്തിലാക്കിയത്. ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന പ്രദീപിന് തുണയായി ടീം ഹോപ്പ് അംഗം റഫീഖ് വിമാനയാത്രയിൽ ഉടനീളം കൂടെയുണ്ടായിരുന്നു. പ്രദീപ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന സമയം മുതൽ അദ്ദേഹത്തിൻ്റെ സ്പോൺസറുമായി ചേർന്ന് ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും നൽകാൻ ടീം ഹോപ്പ് പ്രവർത്തകർ മുൻപന്തിയിലുണ്ടായിരുന്നു. യാത്രയാകുന്ന വേളയിൽ ടീം ഹോപ്പ് വക ഗൾഫ് കിറ്റും അദ്ദേഹത്തിന് കൈമാറി. സുരക്ഷിതമായി നാട്ടിലെത്തിയ പ്രദീപ് തനിക്ക് ലഭിച്ച വലിയ പിന്തുണയ്ക്ക് ടീം ഹോപ്പ് പ്രവർത്തകരോടും സ്പോൺസറോടും ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തി.
വോയിസ് ഓഫ് ആലപ്പി സംഘടിപ്പിച്ച പ്രഥമ മനു മെമ്മോറിയൽ ട്രോഫി വടംവലി മത്സരത്തിൽ ആര്യൻ സ്ട്രീം ബഹ്റിൻ ജേതാക്കളായി. സൽമാനിയ അൽഗദീസിയ ഗ്രൗണ്ടിൽ നടന്ന ആവേശകരമായ പോരാട്ടത്തിൽ അരിക്കൊമ്പൻസ് റണ്ണറൊപ്പം വോയിസ് ഓഫ് ആലപ്പി 3ാം സ്ഥാനവും കരസ്ഥമാക്കി. അപകടത്തിൽ മരിച്ച വടംവലി താരം മനുവിൻ്റെ സ്മരണയ്ക്കായി നടത്തിയ ടൂർണമെൻറ്റ് ഡോക്ടർ അനൂപ് അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. നജീബ് കഡ്ലായി, KT സലീം തുടങ്ങി നിരവധി സാമൂഹ്യ പ്രവർത്തകർ ചടങ്ങിൽ സംബന്ധിച്ചു. സ്പോർട്സ് വിംഗ് കൺവീനർ ഗിരീഷ് ബാബു, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി. മികച്ച താരങ്ങൾക്ക് പ്രത്യേക പുരസ്കാരങ്ങളും വിതരണം ചെയ്തു. വരും വർഷങ്ങളിലും ടൂർണമെൻറ്റ് തുടരുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കോഴിക്കോട് ജില്ലാ പ്രവാസി ഫോറം ബഹ്റിൻ മനാമ അൽ ഹിലാൽ മെഡിക്കൽ സെൻ്ററുമായി സഹകരിച്ച് പ്രവാസികൾക്കായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഒരുക്കുന്നു. 2026 ഫെബ്രുവരി 13 വെള്ളിയാഴ്ച രാവിലെ 7:30 മുതൽ ഉച്ചയ്ക്ക് 12 മണിവരെ മനാമ ബസ് സ്റ്റേഷന് സമീപമുള്ള അൽ ഹിലാൽ മെഡിക്കൽ സെൻ്ററിലാണ് ക്യാമ്പ് നടക്കുകയെന്ന് ഭാരവാഹികൾ അറിയിച്ചു. യൂറിക് ആസിഡ്, സെറം ക്രിയാറ്റിൻ, ട്രൈഗ്ലിസറൈഡ്, ബ്ലഡ് ഷുഗർ, കൊളസ്ട്രോൾ, SGPT എന്നിവയടങ്ങുന്ന വിപുലമായ രക്തപരിശോധനകളും ഡോക്ടറുടെ സേവനവും ക്യാമ്പിൽ സൗജന്യമായി ലഭ്യമാകും. പ്രസിഡന്റ് സുധീർ തിരുനെല്ലത്ത്, ജനറൽ സെക്രട്ടറി അരുൺ പ്രകാശ്, ട്രഷറർ സുജിത് സോമൻ എന്നിവരാണ് പത്രക്കുറിപ്പിലൂടെ ഈ വിവരം അറിയിച്ചത്. ക്യാമ്പിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് ചാരിറ്റി വിംഗ് കൺവീനർ സജിത് വെള്ളിക്കുളങ്ങര അറിയിച്ചു. രജിസ്ട്രേഷനായി 36270501, 39164624, 33156933 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. In the heart of Bahrain, where every story matters, one source keeps you informed, inspired, and engaged. From politics to sports, business to entertainment, we bring you the news that shapes the kingdom. Anytime, anywhere, breaking stories at your fingertips. The Daily Tribune, your trusted voice.